കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ്. മുൻ KPCC അധ്യക്ഷന്മാരെ AICC ഡൽഹിക്ക് വിളിപ്പിച്ചു. കെ സുധാകരനെയും MM ഹസനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും കെ മുരളീധരനെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഉടൻ ഡൽഹിയിലെത്താൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവും നിഖിൽ അളവൂരും ചേരുന്നുണ്ട്. ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, അങ്ങനെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ വീണ്ടും ചർച്ച നീളുകയാണ്. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ബിനിൽ, കേൾക്കാമോ? നിഖിൽ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. നിഖിൽ, അങ്ങനെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ അങ്ങനെ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ കൂടെ വിളിച്ചിരിക്കുകയാണ്. കെ സുധാകരനെയും കെ മുരളീധരനെയും അടക്കം വിളിപ്പിച്ചിട്ടുണ്ട്. കെ സുധാകരൻ നേരത്തെ തന്നെ KCക്ക് പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ്. കെ മുരളീധരനാണെങ്കിൽ VD സതീശനും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോകുക? ഏതായാലും ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച കടക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മുൻ KPCC അധ്യക്ഷന്മാരെ എല്ലാം തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കെ സുധാകരൻ നേരത്തെ തന്നെ KC വേണുഗോപാലിന് അനുകൂലമായി നിലപാടെടുത്തയാളാണ്. KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയ ആളാണ്. ആ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരൻ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിൽ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കെ മുരളീധരനും MM ഹസനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഡൽഹിയിലേക്ക് ഈ ചർച്ചകളുടെ ഭാഗമായി പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ 3 മണിക്കൂറോളം നീണ്ട ചർച്ച ഡൽഹിയിൽ നടന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നതായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ അന്തിമമായി ഒരു തീരുമാനമെടുക്കാൻ ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുക എന്നതാവാം ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം ഈ മുതിർന്ന നേതാക്കളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നതുമാണ്. പ്രത്യേകിച്ചും കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം KC വേണുഗോപാലിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് ഈ നിലവിൽ നിൽക്കുന്ന നേതാവാണ് കെ സുധാകരൻ. ആ കെ സുധാകരൻ ഒരുപക്ഷെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും ആ തീരുമാനം ബോധ്യപ്പെടുത്തുക എന്ന കാര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും മുതിർന്ന നേതാക്കളോട് കൂടി ഇക്കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയതിന് ശേഷം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് വേണം ഇപ്പോഴുള്ള ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും കെ മുരളീധരനും MM ഹസനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒക്കെ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ 3 പേരുകൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ 3 പേരുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് നിലവിൽ ഈ MLA-മാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായവും ഒക്കെ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മുതിർന്ന നേതാക്കളെ മുൻ KPCC അധ്യക്ഷന്മാരെ കൂടി കേട്ട് അവരുടെ അഭിപ്രായം കേൾക്കുക ഒന്നുകിൽ, അതല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി, അതായത് നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് ഈ മുതിർന്ന നേതാക്കളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നതുമാവാം ലക്ഷ്യം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഹൈക്കമാൻഡ് നിലവിൽ ലക്ഷ്യമിടുന്ന കാര്യം ഒരു കലാപമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് പരസ്യ പ്രതികരണം ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൂടി ആയിരിക്കാം ഇത്തരത്തിൽ ഇവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ മുതിർന്ന നേതാക്കളോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം, ആ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു. അതായത് ഹൈക്കമാൻഡ് അവിടെ ഡൽഹിയിൽ വെച്ച് മാത്രമായി ഒരു തീരുമാനം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേരളത്തിൽ ഈ നേതാക്കൾക്കിടയിൽ അങ്ങനെ ഒരു ചേരിതിരിവോ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം മറ്റൊരു അഭിപ്രായമോ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യം കൂടി ഹൈക്കമാൻഡിനുണ്ട് എന്ന് വേണം ഈ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് രാത്രിയുള്ള വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകും. കെ സുധാകരനുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ ചർച്ച ഏറ്റവും ഗൗരവമായി നടക്കാനുള്ള സാധ്യതയും. കാരണം കെ സുധാകരൻ നേരത്തെ പല നിലപാടുകൾ സ്വീകരിച്ചയാളാണെങ്കിൽ പോലും ഇപ്പോൾ കെ സുധാകരൻ സ്വീകരിക്കുന്ന നിലപാട് അത് പൂർണ്ണമായും KC വേണുഗോപാലിന് അനുകൂലമായിട്ടാണ്. KC തന്നെ വരണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരൻ്റെ അഭിപ്രായമൊക്കെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായി കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു തീരുമാനത്തിലേക്കൊക്കെ പോയാൽ അത് പിന്നീട്
വീണ്ടും ഇപ്പോൾ കണ്ടതിനേക്കാൾ മോശമായൊരു സാഹചര്യത്തിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടെത്തിക്കും എന്നൊരു സംശയം ഹൈക്കമാൻഡിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം പരിഗണിച്ച് തന്നെയായിരിക്കാം ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഇപ്പോൾ ബിനിലീല സാബു കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, അങ്ങനെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല, ചർച്ചകൾ നീളുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഇനി ഇത് മുന്നോട്ട് പോകുക, ഈ ചർച്ചകളൊക്കെ? എന്തായാലും ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കളെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരെയാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡിന് ഇതുവരെ പൂർണ്ണമായി എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 നേതാക്കളും ഇപ്പോഴും പ്രതീക്ഷ പങ്കുവെക്കുന്നത് മാത്രമല്ല, അവരുടെ അവകാശവാദങ്ങളും ഒടുവിലും അവർ പറയുന്നുണ്ട്. MLA മാർ കൂടുതൽ ഒപ്പമുണ്ട് എന്നായിരുന്നു തുടക്കം മുതൽ KC വേണുഗോപാൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. VD സതീശനാണെങ്കിൽ ഈ 5 വർഷത്തെ പ്രവർത്തന പരിചയവും ഘടകകക്ഷികൾ ഒപ്പമുള്ളതും അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ 3 നേതാക്കളും അവകാശവാദങ്ങൾ ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 7 ദിവസമായിരിക്കുന്നു. എന്നിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ലീഗ് അടക്കം അതിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പരസ്യമായ ഒരു പാർട്ടിയെ ഒരു നാണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വരുമെന്നൊരു പൊതുവിമർശനം ഉയരുന്നുണ്ട്. അതുണ്ടാകാതിരിക്കാനാണ് ഒറ്റ പേരിലേക്ക് എത്താൻ നാളെ ഒരു നിർണായകമായ കൂടിക്കാഴ്ച തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ സുധാകരൻ ഇന്ന് രാത്രി ഡൽഹിയിലേക്ക് പോകും. മുരളീധരൻ പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VM സുധീരനും ഡൽഹിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MM ഹസനും വിളി വന്നിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിളി വന്നിട്ടുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി പോകുമ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും മുതിർന്ന നേതാക്കളുമായി ഒരു ആശയവിനിമയം നടത്തുക, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അന്തിമമായി ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എന്തായാലും ഇതിന് മുന്നോടിയായി തന്നെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിൽ യോഗം നേരത്തെ നടത്തി കഴിഞ്ഞതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമായി ഈ 3 നേതാക്കളുമായി ചർച്ച നടത്തി. പക്ഷേ അതിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരുമെന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പരസ്യമായി വീണ്ടും ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളുമൊക്കെ വീണ്ടും ഉയരുകയാണ്. അങ്ങനെ പാർട്ടിയെ ഒരു നാണക്കേടിലേക്ക് കൊണ്ട് എത്തിക്കുന്നു എന്നൊരു വിമർശനം നവമാധ്യമങ്ങളടക്കം നടക്കുകയാണ്. ഇന്ന് രാവിലെ മുരളീധരൻ ഇന്ന് രാവിലെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രതികരണം നടത്തിയതും. സണ്ണി ജോസഫും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഏതായാലും ഒറ്റ പേരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്.